ഫിലോസഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് കാറ്റഗോറിക്കൽ സിലജിസം നാം പഠിക്കുന്നു. സിലജിസത്തിൻ്റെ വർഗീകരണത്തിൽ നാം പ്രധാനമായും രണ്ട് തരം സിലജിസം ഉണ്ടെന്നാണ് പഠിച്ചത്. പ്യുവർ സിലജിസവും മിക്സഡ് സിലജിസവും. പ്യുവർ സിലജിസത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സിലജിസമാണ് പ്യുവർ കാറ്റഗോറിക്കൽ സിലജിസം. അതാണ് കാറ്റഗോറിക്കൽ സിലജിസം എന്ന രീതിയിൽ നാം പഠിക്കുന്നത്. എന്താണ് കാറ്റഗോറിക്കൽ സിലജിസം? ഒരു സിലജിസത്തിന് 3 പ്രോപ്പോസിഷനുകളുണ്ട് എന്ന് നാം പഠിച്ചു. 2 പ്രമിസുകളും മൂന്നാമത്തത് കൺക്ലൂഷനും. 3 പ്രോപ്പോസിഷനുകളും കാറ്റഗോറിക്കൽ പ്രോപ്പോസിഷനുകൾ ആകുന്ന ഒരു സിലജിസത്തെയാണ് കാറ്റഗറിക്കൽ സിലജിസം എന്ന് പറയുന്നത്. A categorical syllogism is defined as a deductive argument consisting of 3 categorical propositions which contain 3 and only 3 propositions. ഇതാണ് അതിൻ്റെ നിർവചനം. നോക്കൂ, കാറ്റഗറിക്കൽ സിലജിസം ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ആണ്. അതിൽ 3 കാറ്റഗറിക്കൽ പ്രോപ്പോസിഷൻസ് ഉണ്ട്. അതിൽ 3 ടേമുകൾ മാത്രമേ ഉണ്ടാവുകയുമുള്ളൂ. ഇതാണ് ഈ ഡെഫിനിഷൻ്റെ അർത്ഥം. ആദ്യത്തെ 2 പ്രോപ്പോസിഷനുകളെയും പ്രമിസുകളെന്നും മൂന്നാമത്തതിനെ കൺക്ലൂഷൻ എന്നും പറയുന്നു. നമുക്കൊരു ഉദാഹരണം നോക്കാം. No heroes are cowards. Some soldiers are cowards. അപ്പോൾ ഈ 2 പ്രോപ്പോസിഷനിൽ നിന്നും നാച്ചുറലായി നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന കൺക്ലൂഷൻ എന്താണ്? Some soldiers are not heroes. അപ്പോൾ ഇതൊരു സിലജിസം. 3 പ്രോപ്പോസിഷനും കാറ്റഗോറിക്കലാണ്. കാറ്റഗോറിക്കൽ പ്രോപ്പോസിഷൻസ് ആണ്. അതുകൊണ്ട് ഇതിനെ ഒരു കാറ്റഗറിക്കൽ സിലജിസം എന്ന് നമുക്ക് പറയാം. ഒരു കാറ്റഗറിക്കൽ സിലജിസത്തിന് നിശ്ചിത ഫോം ഉണ്ടാകും, ഘടനയുണ്ടാകും. ആ ഘടനയെ നിർണയിക്കുന്ന 2 ഘടകങ്ങൾ ഫിഗർ, മൂഡ് എന്നാണ് പറയുന്നത്. ഫിഗറും മൂഡും. അപ്പോൾ കാറ്റഗറിക്കൽ സിലജിസത്തിന്റെ ഫിഗർ എന്ത്, കാറ്റഗറിക്കൽ സിലജിസത്തിന്റെ മൂഡ് എന്ത് എന്ന് ആണ് നാം അടുത്ത് പഠിക്കാൻ പോകുന്നത്. സിലജിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ടേം മിഡിൽ ടേം ആണെന്ന് നാം പഠിച്ചുവല്ലോ. പ്രമിസുകളിൽ മിഡിൽ ടേം ഒന്നുകിൽ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരും, അല്ലെങ്കിൽ പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത് വരും. അപ്പോൾ ഈ സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത് വരുന്ന മിഡിൽ ടേം, ഈ മിഡിൽ ടേമിന്റെ ഈ പൊസിഷനെ ആണ് ഫിഗർ ഓഫ് സിലജിസം എന്ന് പറയുന്നത്. മിഡിൽ ടേം ഏത് സ്ഥാനത്താണ് ഒരു സിലജിസത്തിൽ കാണപ്പെടുന്നത്, അത് അതിൻ്റെ ഫിഗറിനെ നിർണയിക്കും. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ 4 രീതിയിൽ മിഡിൽ ടേമിന് ഒരു സിലജിസത്തിൽ വരാം. സാധ്യതകളാണ് പറയുന്നത്. 4 രീതിയിൽ ഒരു സിലജിസത്തിൽ മിഡിൽ ടേമിന് വരാവുന്നതാണ്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ നോക്കാം. No atheists go to the temple. ഇത് ഒരു പ്രമിസാണ്. All materialists are atheists. ഇത് മറ്റൊരു പ്രമിസ്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ ഇപ്രകാരമാണെങ്കിൽ മിഡിൽ ടേം എന്തായിരിക്കും എന്ന് പറയണം. അതിൻ്റെ കൺക്ലൂഷൻ നോ മെറ്റീരിയലിസ്റ്റ്സ് ഗോ ടു ദ ടെമ്പിൾ. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേം ആദ്യം പ്രമിസ് പറഞ്ഞപ്പോൾ തന്നെ
കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് മിഡിൽ ടേം? പ്രമിസുകളിൽ ആവർത്തിക്കുന്ന ടേമാണ് മിഡിൽ ടേം. ആദ്യത്തെ രണ്ട് പ്രോപ്പോസിഷനുകളിലും ആവർത്തിക്കുന്ന ടേം ഏതാണ്? എത്തീസ്റ്റ്. അപ്പോൾ ഉറപ്പായിട്ടും അത് തന്നെയാണ് മിഡിൽ ടേം. അപ്പോൾ അതിനെ ഒഴിവാക്കിയിട്ടാണ് കൺക്ലൂഷൻ രൂപീകരിച്ചിട്ടുള്ളത്. നോ മെറ്റീരിയലിസ്റ്റ് ഗോ ടു ദി ടെമ്പിൾ. അപ്പോൾ ഇതിൽ മേജർ ടേം മൈനർ ടേം കണ്ടുപിടിക്കാൻ നാം പഠിച്ചു. മേജർ ടേം സബ്ജക്റ്റിൻ്റെ കൺക്ലൂഷൻ്റെ സബ് പ്രെഡിക്കേറ്റ്, കൺക്ലൂഷൻ്റെ പ്രെഡിക്കേറ്റ് ആണ് മേജർ ടേം. അപ്പോൾ ഇവിടെ മേജർ ടേം ഏതാണ്? ദ ടെമ്പിൾ. ടെമ്പിൾ എന്നുള്ളതാണ്, ഗോ ടു ദ ടെമ്പിൾ എന്നുള്ളതാണ് മേജർ ടേം. ഈ ടേം വരുന്ന പ്രോപ്പോസിഷൻ ഏതാണ്? ഒന്നാമത് കാണുന്ന പ്രമിസ്, നോ എത്തീസ് ഗോ ടു ദ ടെമ്പിൾ. മേജർ ടേം വരുന്ന പ്രോപ്പോസിഷനെ, പ്രമിസിനെ നാം മേജർ പ്രമിസ് എന്ന് പറയുന്നു. അപ്പോൾ മേജർ പ്രമിസിൽ മേജർ ടേം പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്താണ്. ഇനി മൈനർ ടേം ഏതാണ്? മെറ്റീരിയലിസ്റ്റ്. മെറ്റീരിയലിസ്റ്റ് എന്നുള്ളത് ഇവിടെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത്, കൺക്ലൂഷനിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരികയാണ്. ഈ മൈനർ ടേം വരുന്ന പ്രമിസ് മൈനർ പ്രമിസ്, അത് ഈ സിലജിസത്തിൽ രണ്ടാമത്തെ പ്രമിസാണ്. ഓൾ മെറ്റീരിയൽസ് ആർ എത്തീസ്റ്റ്. അപ്പോൾ മേജർ ടേമിന്റെയും മൈനർ ടേമിന്റെയും ഘടന നാം കണ്ടു. ഇവിടെ നോക്കൂ, മിഡിൽ ടേം എത്തീസ്റ്റ് എന്നുള്ളതാണ്. എത്തീസ്റ്റ് എന്ന മിഡിൽ ടേം മേജർ പ്രമിസിൽ സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്, എന്നാൽ മൈനർ പ്രമിസിൽ പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്താണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മേജർ ടേം, മൈനർ ടേം, മിഡിൽ ടേം എന്നിവയ്ക്ക് ഒരു സിമ്പൽ നാം പഠിച്ചു. മേജർ ടേമിന് പി എന്നും മൈനർ ടേമിന് എസ് എന്നും മിഡിൽ ടേമിന് എം എന്നും നാം സിമ്പൽ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ സിമ്പൽ ഉപയോഗിച്ച് ഈ തന്നിരിക്കുന്ന സിലജിസത്തെ ചിത്രീകരിക്കാമോ? അതിപ്രകാരമായിരിക്കും: എം പി, എസ് എം, എസ് പി. അപ്പോൾ തന്നിരിക്കുന്ന ഈ സിലജിസത്തിന്റെ ഫിഗർ എം പി, എസ് എം, therefore എസ് പി എന്നതാണ്. ഇത് ഒരു ഫിഗർ. അപ്പം മിഡിൽ ടേമിന്റെ ഘടന മേജർ പ്രമിസിൽ സബ്ജക്റ്റായും മൈനർ പ്രമിസിൽ പ്രെഡിക്കറ്റായും വരുന്ന സിലജിസത്തെ ഫസ്റ്റ് ഫിഗറിൽ പെടുന്ന സിലജിസം എന്ന് നമുക്ക് പറയാം. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. All gentlemen are polite. No gamblers are polite. ഇതിന്റെ കൺക്ലൂഷൻ എന്താണ്? ഇപ്പോൾ നാം കേട്ട ഈ പ്രമിസുകളിൽ നിന്നും ഒരു കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യൂ. അതെ, നോ ഗാംബ്ലേഴ്സ് ആർ ജെന്റിൽമെൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അപ്പൊ ഇതൊരു സിലജിസം. All gentlemen are polite. No gamblers are polite. Therefore, no gamblers are gentlemen. ഈ സിലജിസത്തിന്റെ മിഡിൽ ടേമിന്റെ പൊസിഷൻ ഒന്ന് കണ്ടുപിടിക്കൂ. മിഡിൽ ടേം എന്താണതിൽ? പ്രമിസുകളിൽ ആവർത്തിക്കുന്ന ടേം ഏതാണ്? കൺക്ലൂഷനിൽ വരാത്ത ടേം ഏതാണ്? അത് പൊളൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ പൊളൈറ്റ് മേജർ പ്രമിസിൽ എന്തിൻ്റെ സ്ഥാനത്താണ്? മൈനർ പ്രമിസിൽ എന്തിൻ്റെ സ്ഥാനത്താണ്? മേജർ ടേം മൈനർ ടേം കണ്ടുപിടിച്ചെങ്കിൽ മേജർ പ്രമിസും മൈനർ പ്രമിസും കണ്ടുപിടിക്കാൻ പറ്റും. മേജർ ടേം എന്താണ്?
ജെന്റിൽമാൻ. മൈനർ ടേം ഗാംബ്ലേഴ്സ്. അപ്പോൾ മേജർ പ്രമിസ് ഒന്നാമത്തെ പ്രമിസ് തന്നെയാണ് മേജർ പ്രമിസ്. അതായത് ഓൾ ജെന്റിൽമെൻ ആർ പൊളൈറ്റ്. അത് മേജർ പ്രമിസാണ്. നോ ഗാംബ്ലേഴ്സ് എന്നുള്ളതാണ് മൈനർ ടേം. അപ്പോൾ മൈനർ പ്രമിസ് നോ ഗാംബ്ലേഴ്സ് ആർ പൊളൈറ്റ് എന്ന രണ്ടാമത്തെ പ്രമിസും. അപ്പം മിഡിൽ ടേം രണ്ട് പ്രമിസുകളിലും പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത്. ഇനി ഇതിന് ആ സിംബൽസ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഫിഗർ ഒന്ന് കുറിക്കാമോ? ഒന്ന് ശ്രമിക്കൂ. എങ്ങനെയായിരിക്കും? അതെ, PM SM therefore SP. ഇതാണ് ഇതിന്റെ ശരിയായ ഫിഗർ. അപ്പോൾ ഈ സിലജിസത്തിന്റെ ഫിഗർ നാം കണ്ടുപിടിച്ചു. ഇവിടെ മിഡിൽ ടേം രണ്ട് പ്രമിസുകളിലും പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്താണ്. അപ്പോൾ ഇത് മറ്റൊരു തരം ഫിഗർ ആണ്, സിലജിസത്തിന്റെ മറ്റൊരു തരം ഫിഗർ. മൂന്നാമതൊരു തരം ഫിഗർ, സിലജിസത്തിന്റെ ഒരു ഫിഗർ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഉദാഹരണം നോക്കൂ. സം ബുക്സ് ആർ edifying. All books are interesting. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷൻ ഒന്ന് കണ്ടെത്താമോ? സം ബുക്സ് ആർ നോട്ട് edifying. All books are interesting. ഇതിന്റെ കൺക്ലൂഷൻ എപ്രകാരമാണ്? അതെ, സം interesting things are not edifying. Some interesting things are not edifying എന്നുള്ളതാണ്. ഇവിടെ മിഡിൽ ടേമിനെ കണ്ടെത്തിയോ? ഏതാണ് ഇതിന്റെ മിഡിൽ ടേം? അതെ, സം ബുക്സ് എന്ന ആദ്യത്തെ പ്രമിസിലുള്ള വാക്കും ഓൾ ബുക്സ് എന്ന രണ്ടാമത്തെ പ്രമിസിലുള്ള വാക്കും ടേമും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബുക്സ് എന്നുള്ളതാണ് മിഡിൽ ടേം. കാരണം എന്താ? അത് പ്രമിസുകളിൽ ആവർത്തിച്ചു വരുന്നു, എന്നാൽ കൺക്ലൂഷനിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മേജർ ടേമും മൈനർ ടേമും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി. മേജർ ടേം കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ്. ഏതാണ് ഇവിടെ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ്? എഡിഫൈയിങ്, നോട്ട് എഡിഫൈയിങ് എന്നുള്ളതാണ് കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ്. അത് വരുന്ന പ്രമിസായ ഒന്നാമത്തെ പ്രമിസ് മേജർ പ്രമിസാണ്. സം ഇൻട്രസ്റ്റിംഗ് തിങ്സ്. ഇൻട്രസ്റ്റിംഗ് തിങ്സ് എന്നുള്ളതാണ് മൈനർ ടേം. കാരണം അത് കൺക്ലൂഷന്റെ സബ്ജക്റ്റായിട്ട് വരുന്നു. ഇൻട്രസ്റ്റിംഗ് തിങ് എന്ന കൺക്ലൂഷന്റെ സബ്ജക്റ്റായ ഈ മൈനർ ടേം വരുന്ന പ്രമിസ് രണ്ടാമത്തെ പ്രമിസാണ്. അത് ഓൾ ബുക്സ് ആർ ഇൻട്രസ്റ്റിംഗ് എന്നുള്ളതാണ്. അത് മൈനർ പ്രമിസും ആണ്. ഇതിന്റെ ഫിഗർ ഒന്ന് കുറിക്കാമോ? എപ്രകാരമായിരിക്കും? അതെ, MP MS therefore SP. അതാണ് ശരിയായ ഫിഗർ. അപ്പോൾ ഇത് മറ്റൊരു തരം ഫിഗറാണ്. നമ്മൾ ആദ്യത്തെ രണ്ട് ഫിഗറിൽ നിന്നും ഓരോന്ന് വ്യത്യസ്തമാണ്, മൂന്നാമത്തതും വ്യത്യസ്തമായിരിക്കുന്നു. അപ്പോൾ ഇപ്രകാരവും നമുക്ക് ഒരു സിലജിസം വരാം. ഈ ഫിഗറിലും ഒരു സിലജിസം വരാവുന്നതാണ്. MP MS therefore SP. ഇനി നാലാമതൊരു തരം ഫിഗർ, അതിനൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഓൾ ബിസിനസ്മെൻ ആർ സെൽഫ് കോൺഫിഡൻറ്റ്. രണ്ടാമത്തെ പ്രമിസ്
നോ സെൽഫ് കോൺഫിഡൻറ്റ് മെൻ ആർ കവാർഡ്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ പ്രകാരമായിരിക്കും. ഒന്ന് ഇൻഫർ ചെയ്യൂ, ഒന്ന് അനുമാനിച്ചു. അതെ, നോ കവാർഡ് ബീയിങ്സ് ആർ ബിസിനസ്മെൻ. ഇതാണ് ഒരു സിലജിസം. ഈ സിലജിസത്തിൻ്റെ മേജർ ടേം, മൈനർ ടേം, മിഡിൽ ടേം പെട്ടെന്ന് കണ്ടുപിടിക്കൂ. മേജർ ടേം കൺക്ലൂഷൻ്റെ പ്രെഡിക്കറ്റ് ഏതാണ്? കൺക്ലൂഷൻ എന്താണ്? നോ കവേർഡ് ബീയിങ്സ് ആർ സെൽഫ് ബിസിനസ്മെൻ. അതിൻ്റെ പ്രെഡിക്കറ്റ് ബിസിനസ്മെൻ എന്നുള്ളത്. അപ്പോൾ ഈ കൺക്ലൂഷൻ്റെ പ്രെഡിക്കറ്റ് മേജർ ടേം ആണെങ്കിൽ അത് വരുന്ന പ്രമിസ് മേജർ പ്രമിസ് ആകും. ഏതാണത്? ഓൾ ബിസിനസ് മെൻ ആർ സെൽഫ് കോൺഫിഡൻറ്റ്. അപ്പോൾ ഒന്നാമത്തെ പ്രമിസ് മേജർ പ്രമിസ്. എൻ്റെ കൺക്ലൂഷൻ്റെ സബ്ജക്റ്റ് മൈനർ ടേം എന്താണത്? നോ കവാർഡ് ബീയിങ്സ് ആർ ബിസിനസ് മെൻ എന്നുള്ളതാണ്. അപ്പോൾ കവാർഡ് ബീയിങ്സ് ആണ് കൺക്ലൂഷൻ്റെ സബ്ജക്റ്റ്. അത് വരുന്ന പ്രമിസ് ഏതാണ്? രണ്ടാമത്തെ പ്രമിസ് നോ സെൽഫ് കോൺഫിഡൻറ്റ് മെൻ ആർ കവാർഡ്. കവാർഡ് എന്നുള്ളത് മൈനർ ടേം. ഇനി പ്രമിസുകളിൽ ആവർത്തിക്കുന്ന ടേം ഉറപ്പായിട്ടും മിഡിൽ ടേം ആണ്. അത് മേജർ പ്രമിസിൽ എന്തിൻ്റെ സ്ഥാനത്താണ്? പ്രെഡിക്കറ്റിൻ്റെ സ്ഥാനത്തും, മൈനർ പ്രമിസിൽ മൈനർ പ്രമിസിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തുമാണ്. അപ്പോൾ ഇതിൻ്റെ ഫിഗർ ഒന്ന് കുറിക്കൂ. എപ്രകാരമാണ്? PM MS therefore SP. ഇതാണ് അതിൻ്റെ ശരിയായ ഫിഗർ. ഈ 4 ഫിഗറും ഒന്ന് ശ്രദ്ധിക്കൂ. 4ഉം വ്യത്യസ്തമാണ്. ഇപ്പം 4 തരത്തിൽ, ഞാൻ നേരത്തെ ഇത് പഠിപ്പിക്കുമ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞു, 4 തരം സിലജിസം. ഫിഗറിൻ്റെ അടിസ്ഥാനത്തിൽ 4 തരം സിലജിസം ഉണ്ട്. ആ 4 തരം സിലജിസവും ഇപ്രകാരമാണ്. പേജ് നമ്പർ 80 ഈ ഫിഗർ വരച്ച് വച്ചിട്ടുണ്ട്. അത് കുറെ വരകളിലൂടെയും ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകുമോ എന്ന് നോക്കൂ. ആ വരകൾ, ഇതൊന്നാമത്തെ ഫിഗർ, ഈ സിമ്പൽ സൂചിപ്പിക്കുന്നത്. കാരണം ഇവ മിഡിൽ ടേമിൻ്റെ പൊസിഷൻ. ഇത് രണ്ടാമത്തെ ഫിഗറിനെ സൂചിപ്പിക്കുന്നു. ഈ വര മിഡിൽ ടേമിനെ സൂചിപ്പിക്കുന്നു. ഇത് മൂന്നാമത്തെ ഫിഗറിനെ സൂചിപ്പിക്കുന്ന മറ്റൊരു സിമ്പലാണ്. ഈ വര മിഡിൽ ടേമിനെ സൂചിപ്പിക്കുന്നു. ഇത് നാലാമത്തെ ഫിഗറിനെ സൂചിപ്പിക്കുന്നു. ഈ വര മിഡിൽ ടേമിനെ സൂചിപ്പിക്കുന്നു. ഈ 4 സിമ്പലിനെയും സിന്തസൈസ് ചെയ്തുകൊണ്ടുള്ള മറ്റു 2 തരം സിമ്പലുകൾ താഴെ കൊടുത്തിരിക്കുന്നു. അതിൽ ഈ 4 സിമ്പലുകളും ഉൾക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കത് അതിൽ നിന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സിലജിസത്തിൻ്റെ അതിൻ്റെ ഘടനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് മൂഡ് ഓഫ് എ സിലജിസം. ഏതെല്ലാം തരത്തിലുള്ള കാറ്റഗോറിക്കൽ പ്രോപ്പോസിഷൻ ഉണ്ടെന്നാണ് നാം പഠിച്ചിട്ടുള്ളത്? 4 തരം കാറ്റഗോറിക്കൽ പ്രോപ്പോസിഷൻ ഏതൊക്കെയാണ്? എ അഥവാ യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രോപ്പോസിഷൻ, ഇ അഥവാ യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രോപ്പോസിഷൻ, ഐ അഥവാ പർട്ടിക്കുലർ അഫർമേറ്റീവ് പ്രോപ്പോസിഷൻ, ഒ അഥവാ പർട്ടിക്കുലർ നെഗറ്റീവ് പ്രോപ്പോസിഷൻ. ഈ സിലജിസം ഒന്ന് നോക്കൂ. ഇപ്പം ഏത് തരം പ്രോപ്പോസിഷൻസ് ആണ് ഇവിടെ വന്നേക്കുന്നത്? ഇത് 3ഉം യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രോപ്പോസിഷൻ അഥവാ എ പ്രോപ്പോസിഷൻസ് ആണ്. അപ്പോൾ ഈ സിലജിസത്തിൻ്റെ മൂഡ് എ എന്നാണ്. കാരണം എന്താ? 3ഉം കാറ്റഗോറിക്കൽ പ്രോപ്പോസിഷൻ.
എന്നാൽ ഇനി ഈ പ്രോപ്പോസിഷൻ എങ്ങനെയാണെന്ന് നോക്കൂ. ഇതിന്റെ പ്രോപ്പോസിഷൻസ് മൂന്ന് ഒരുപോലെയാണോ? അല്ല. അത് ഇ എ ഇ എന്നായിരിക്കും. അപ്പം ഇത്തരത്തിൽ പേജ് നമ്പർ 79 ഉള്ള മറ്റ് മൂന്ന് സിലജിസത്തിൻ്റെയും മൂഡ് ഒന്ന് നിങ്ങളുടെ ബുക്കിൽ എഴുതി വയ്ക്കുക, കണ്ടുപിടിച്ച് എഴുതി വയ്ക്കുക. ഓക്കെ.